സമരം നടത്തിയ നിരായുധരായ പാവം വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിക്കാൻ താങ്കളാണോ അമിത്ഷാ അനുമതി നൽകിയത് എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചതിന് എങ്ങനെ മറുപടി നൽകണമെന്നറിയാതെ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി. പണ്ടത്തെ പോലെ പറഞ്ഞു പറ്റിക്കാനും തോന്നിയ പോലെ ചെയ്യാനൊന്നും ഇപ്പോൾ കഴിയില്ല. കാരണം ഒന്ന്, സമരക്കാർ വിജയിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. മറ്റൊന്ന്, ഇത് ചോദിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് ഉത്തരം പറഞ്ഞേ മതിയാകൂ. അങ്ങനെയാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അന്വേഷണം തന്നെ നടത്തിയത്. അവർ കണ്ടെത്തിയത് പ്രകാരം ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇത് ഗുരുതര വീഴ്ചയാണെന്നും പെല്ലറ്റ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുമാണ് അന്വേഷണത്തിൽ RAFന്റെ കണ്ടെത്തൽ. പ്രതിപക്ഷ സമരത്തിനിടെയുണ്ടായ പോലീസ് നടപടി മാനദണ്ഡങ്ങൾക്കും RAFന്റെ പരിശീലനത്തിനും അനുസൃതമല്ലെന്നും ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഈ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് മേധാവി IG സീമ ദുംതിയ സേനാംഗങ്ങളെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. 3 വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതിനെതിരെ അതിശക്തമായ പോരാട്ടം ആരംഭിക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ പിന്നാലെയുള്ള ആഭ്യന്തര അവലോകനത്തിലാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ മാത്രം സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തിയത്. ജന്തർ മന്ദറിലെ സേനാ നടപടിക്ക് മുൻപ് സേനാവിന്യാസം, പ്രതിരോധ രീതി തുടങ്ങിയ വിവരങ്ങൾ സേനാ ആസ്ഥാനത്തിന് സമയബദ്ധമായി കൈമാറിയില്ലെന്നും IG തുറന്നടിച്ചു. സംഭവം നടന്ന ദിവസം ഡൽഹിയിൽ വിന്യസിച്ച കമ്പനി കമാൻഡന്മാരാണ് അവലോകന യോഗത്തിൽ പങ്കെടുത്തത്. അതിശക്തമായ താക്കീതും സേനക്കവർ നൽകി. അതായത് RAF വിന്യാസത്തിന് മുൻപ് തന്നെ വിന്യസിക്കപ്പെടുന്ന ഓരോ സേനാംഗത്തെയും അവരുടെ കർത്തവ്യം, അവരുടെ ഉത്തരവാദിത്വം, അതുപോലെ ജനക്കൂട്ട നിയന്ത്രണം, ആയുധ ഉപയോഗം, സുരക്ഷാ സംവിധാനം ധരിക്കൽ എന്നിവയെല്ലാം ബോധ്യപ്പെടുത്തി വേണം ഈ പരിപാടി നടത്താൻ. എന്നാൽ ഇവയൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സാധാരണ വസ്ത്രം ധരിച്ചവരടക്കം സേനാംഗങ്ങൾക്കൊപ്പം ലാത്തിച്ചാർജ് നടത്താൻ കൂടെ ഉണ്ടായി എന്നും IG തെളിവ് സഹിതം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഉത്തരവുണ്ടാകും വരെ പെല്ലറ്റ്, ഇലക്ട്രിക്കൽ ഷോക്ക് തുടങ്ങിയവ ഉപയോഗിക്കരുത് എന്ന കാര്യമാണ് ഇവിടെ തെറ്റിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ചിലരുടെ ഇടപെടലാണ് സംഭവം മാറ്റിമറിച്ചത്. ഇതിനു പിന്നിൽ BJPയുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്ന ചില IPS ഉദ്യോഗസ്ഥർ കയറിക്കൂടി എന്നുള്ളതാണ് സത്യം. അതുപ്രകാരം RAFന്റെ നടപടി ക്രമപ്രകാരം പ്രവർത്തിക്കാൻ കമ്പനി കമാൻഡർമാർക്കോ കമാൻഡുമാർക്കോ കഴിഞ്ഞില്ലെന്നും ഉയർന്ന IPS ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടി വന്നതെന്നും RAFനുള്ളിൽ നിന്നുള്ളവർ തന്നെ കൈകൂപ്പുകയാണ്. മാത്രമല്ല, സേനയെ വിന്യസിക്കും മുൻപ് കൃത്യമായ നിർദ്ദേശങ്ങളൊന്നും നൽകിയിരുന്നില്ല എന്നും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പറയുന്നു. അതായത് BJPയുടെ ഗോളിമാരോ നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥർ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ നിയമം വിട്ട് ഉപയോഗിക്കുകയായിരുന്നു. ഇവിടെ അങ്ങനെ കൊന്നുതള്ളാമെന്നൊരു പദ്ധതിയായിരുന്നു എന്ന് പറയേണ്ടി വരും. ദില്ലി കലാപം പോലെ തന്നെ BJPയുടെ ഒരു കൊലപാതകം ഇവിടെയും നടക്കുമെന്നാണ് കരുതിയത്. എന്നാൽ കാലം മാറി, കഥ മാറി. രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി മാറി. അദ്ദേഹം നേരിട്ട് അമിത്ഷായോട് ഇതിൻ്റെ ഉത്തരം ചോദിച്ചിരിക്കുന്നു. ആകെ തകർന്നു നിൽക്കുന്ന അമിത്ഷാ ഉത്തരം പറയാൻ കഴിയാതെ തല താഴ്ത്തി നിന്നുവെങ്കിലും രാജ്യത്തെ സേനകൾ മണിക്കൂറുകൾക്കുള്ളിൽ മണി പോലെയുള്ള ഉത്തരങ്ങൾ തത്ത പറയും പോലെ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു.